അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരീഖുൽ ഇസ്ലാം പബ്ലിക് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ശരി ഉത്തരത്തിന്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. അബ്ബാസി ഭരണകാലത്ത് തലസ്ഥാനം. ഓപ്ഷൻസ്: ബഗ്ദാദ്, മദീന, സ്പെയിൻ. ശരി ഉത്തരം ബഗ്ദാദ്. 2. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടു. ഓപ്ഷൻസ്: റോം, ബ്രിട്ടീഷുകാർ, തുർക്കി. ശരി ഉത്തരം തുർക്കി. 3. ആമുൽ ജമാ, അതായത് ഐക്യവർഷം എന്നറിയപ്പെടുന്നു. ഓപ്ഷൻസ്: ഹിജറ 51, ഹിജറ 71, ഹിജറ 41. ശരി ഉത്തരം ഹിജറ 41. 4. ഖിലാഫത്ത് എന്ന മുസ്ലിം പൊതു നേതൃത്വം അവസാനിച്ചു. ഓപ്ഷൻസ്: 1947, 1924, 1921. ശരി ഉത്തരം 1924. 5. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണകൂടം. ഓപ്ഷൻസ്: അറക്കൽ അലി രാജ, ടിപ്പു സുൽത്താൻ, മുഗളർ. ശരി ഉത്തരം അറക്കൽ അലി രാജ. 6. മുസ്ലിങ്ങൾ വലിയ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം. ഓപ്ഷൻസ്: സോമാലിയ, ഫലസ്തീൻ, തുർക്കി. ശരി ഉത്തരം ഫലസ്തീൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. ചേരുംപടി ചേർക്കുക. 1. ഒന്നാം ഉമവി ഖലീഫ. 2. ആദ്യത്തെ അബ്ബാസി ഖലീഫ. 3. അൽ മുവത്ത് എന്ന ഗ്രന്ഥം രചിച്ചു. 4. തുഹഫത്ത് ബിനുൽ മുഹ്താജിന്റെ മുഅല്ലിഫ്. 5. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി. ഇപ്പുറത്ത് നോക്കൂ. എ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ബി. ഹാജ മൊയ്നുദ്ദീനുൽ ജിസ്തി റളിയല്ലാഹു അൻഹു. സി. മുആവിയത്ത് ബിനു അബി സുഫിയാൻ. ഡി. അബുൽ അബ്ബാസ് സഫാഹ്. ഇ. അഹ്മദ് ബിനു ഹജരിൽ ഹൈതമി റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഓപ്ഷന്റെ ലെറ്റർ ആണ് നമ്മൾ ആ ബോക്സിൽ എഴുതേണ്ടത്. നോക്കൂ. ഒന്നാം ഉമവി ഖലീഫ, അതിന് ശരിയായത് സി. മുആവിയത്ത് ബിനു അബി സുഫിയാൻ. 2. ആദ്യത്തെ അബ്ബാസി ഖലീഫ, അതിന് ശരിയായത് ഡി. അബുൽ അബ്ബാസ് സഫാഹ്. 3. അൽ മുവത്ത് എന്ന ഗ്രന്ഥം രചിച്ചു, അതിന് ശരിയായത് എ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 4. തുഹഫത്ത് ബിനുൽ മുഹ്താജിന്റെ മുഅല്ലിഫ്, അതിന് ശരിയായത് ഇ. അഹ്മദ് ബിനു ഹജരിൽ ഹൈതമി റളിയല്ലാഹു അൻഹു. 5. ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകി, അതിന് ശരിയായത് ബി. ഹാജ മൊയ്നുദ്ദീനുൽ ജിസ്തി റളിയല്ലാഹു അൻഹു. സി, ഡി, എ, ഇ, ബി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. ലോകത്ത് ഡേഷ് അറബി രാഷ്ട്രങ്ങളുണ്ട്. അവിടെ പൂരിപ്പിക്കേണ്ടത് 22. ലോകത്ത് 22 അറബി രാഷ്ട്രങ്ങളുണ്ട്. 2. ഉമവിയ്യ ഭരണകാലത്ത് ഡേഷ് ഖലീഫമാർ ഭരണം നടത്തി. അവിടെ പൂരിപ്പിക്കേണ്ടത് 14. ഉമവിയ്യ ഭരണകാലത്ത് 14 ഖലീഫമാർ ഭരണം നടത്തി. മൂന്നാമത്തേത് നോക്കൂ. 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഡേഷ് ഭരണകാലത്താണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അബ്ബാസി. 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി ഭരണകാലത്താണ്. 4. ഉസ്മാനിയ ഖിലാഫത്തിൽ ഡേഷ് സുൽത്താൻമാർ ഭരണം നടത്തി. അവിടെ പൂരിപ്പിക്കേണ്ടത് 37. ഉസ്മാനിയ ഖിലാഫത്തിൽ 37 സുൽത്താൻമാർ ഭരണം നടത്തി. 5. ടിപ്പു സുൽത്താന്റെ പിതാവ് ഡേഷ് ആയിരുന്നു. അവിടെ പൂരിപ്പിക്കേണ്ടത് ഹൈദർ അലി. ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലി ആയിരുന്നു. 6. മലബാർ സമരം നടന്ന വർഷം ഡേഷ് ആണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് 1921. മലബാർ സമരം നടന്ന വർഷം 1921 ആണ്. ഇനി നോക്കൂ. 4. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 1. ഇന്ത്യൻ ജനസംഖ്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുണ്ട്? ഉത്തരം 20%. 2. ഉമവി മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഡമസ്കസിൽ. 3. അൽ ഖാനൂനു ഫി തിബ് എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഉത്തരം ഇബ്നു സീന. 4. ഇന്ത്യയിൽ മുസ്ലിം ഭരണം എത്ര കൊല്ലം നീണ്ടുനിന്നു? ഉത്തരം 756 വർഷം. 5. കിതാബുൽ ഉമ്മ രചിച്ചതാര്? ഉത്തരം അൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 6. അൽ ഖിലാഫത്തുൽ ഉസ്മാനിയ സ്ഥാപിച്ചത് ആര്? ഉത്തരം ഉസ്മാനുൽ ഗാസി.
ക്വസ്റ്റ്യൻ പേപ്പറിലെ 5ാമത്തെ പ്രവർത്തനം. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 1. ലോക മുസ്ലിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ 4 എഴുതുക. ഉത്തരം: 1. വിവേചനം. 2. സാംസ്കാരികാധിനിവേശം. 3. വിഭാഗീയത. 4. വഹാബിസം. 2ാമത്തെ ചോദ്യം നോക്കൂ. മലബാർ സമരത്തിന് നേതൃത്വം നൽകിയ 4 ആളുകളുടെ പേരെഴുതുക. ഉത്തരം: 1. ആലി മുസ്ലിയാർ. 2. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ. 3. ചെമ്പ്രശ്ശേരി തങ്ങൾ. 4. പാണക്കാട് ഹുസൈൻ തങ്ങൾ. 3ാമത്തെ ചോദ്യം നോക്കൂ. മുസ്ലിങ്ങൾ അറബി മലയാള ലിപി നടപ്പിലാക്കി. എപ്പോൾ, എന്തിന്? ഉത്തരം: മലയാള ഭാഷയ്ക്ക് വ്യവസ്ഥാപിത ലിപിയില്ലാത്ത കാലത്ത് മതപഠനം സുഗമമാക്കാൻ വേണ്ടിയാണ് അറബി ലിപിയിൽ മലയാളം എഴുതുന്ന സമ്പ്രദായം മുസ്ലിങ്ങൾ നടപ്പിലാക്കിയത്. 4ാമത്തെ ചോദ്യം. ഏത് ഉമവി ഖലീഫയുടെ കാലത്താണ് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം രാഷ്ട്രം സമ്പന്നമായത്? ഉത്തരം: ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം രാഷ്ട്രം സമ്പന്നമായത്. 5ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച 4 മഹാമന്ദിരങ്ങൾ. ഉത്തരം: 1. കുത്തുബ് മീനാർ. 2. താജ്മഹൽ. 3. ഡൽഹി ജുമുഅ മസ്ജിദ്. 4. ചെങ്കോട്ട. 6ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ 4 പ്രമുഖരുടെ പേരെഴുതുക. ഉത്തരം: മമ്പുറം തങ്ങൾ, ഉമർ ഖാലി, ഷൗക്കത്ത് അലി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങിയവർ. 7ാമത്തെ ചോദ്യം. ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ കാരണമെന്ത്? ഉത്തരം: അനൈക്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിന് ചില ഉപാധികളോടെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 6ാമത്തെ പ്രവർത്തനം. കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. അബ്ബാസി ഭരണകാലത്തെ വൈജ്ഞാനിക വിപ്ലവങ്ങൾ. അതിനെക്കുറിച്ചിട്ടാണ് 5 വരിയിൽ കുറയാതെ നമ്മൾ എഴുതേണ്ടത്. ഉത്തരം: അബ്ബാസി ഖലീഫമാരുടെ കാലം ഇസ്ലാമിന്റെ സുവർണ കാലമായിരുന്നു. മതവിജ്ഞാനങ്ങൾ, കലാ, സാഹിത്യം, സയൻസ്, ഫിലോസഫി, കൃഷി, വ്യവസായം എന്നിവയിലെല്ലാം അക്കാലത്ത് വൻ പുരോഗതിയുണ്ടായി. അബ്ബാസി യുഗം വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും യുഗമായിരുന്നു എന്ന് പറയാം. നിരവധി വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിതമായി. തലസ്ഥാനമായ ബഗ്ദാദിൽ മാത്രം 1000-ലധികം മദ്രസകളും 30 ദാറുൽ ഉലൂമുകളും 20 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ അൽ അസ്ഹർ സ്ഥാപിതമായതും അബ്ബാസി കാലത്താണ്. പണ്ഡിതന്മാർക്കും ശാസ്ത്ര പ്രതിഭകൾക്കും അന്ന് വലിയ സ്ഥാനം ലഭിച്ചിരുന്നു. ഹനഫി, മാലിക്കി, ഷാഫി, ഹംബലി മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് അബ്ബാസി കാലഘട്ടത്തിലാണ്. പ്രധാന ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം ക്രോഡീകൃതമായതും ചരിത്രശാഖയിലെ പ്രധാന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതും ഇക്കാലത്ത് തന്നെ. വൈദ്യം, ഗണിതം, രസതന്ത്രം, തത്വചിന്ത തുടങ്ങിയ വിജ്ഞാന ശാഖകൾക്കും ഈ കാലഘട്ടത്തിൽ വലിയ പുരോഗതിയുണ്ടായി. അതുപോലെ അറബി സാഹിത്യവും അബ്ബാസി യുഗത്തിൽ വികസിതമായി. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അതിൽ 2ാമത്തത് നോക്കൂ. ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിന്റെ പ്രധാന നേട്ടങ്ങൾ. ഉത്തരം: സാർവത്രിക വിദ്യാഭ്യാസം. 2. പുറം ലോകവുമായുള്ള ബന്ധം. 3. വ്യാവസായിക പുരോഗതി. 4. സാമ്പത്തിക വളർച്ച. 5. നിർമ്മാണ മേഖലയിലെ വളർച്ച. 6. അറബി ഭാഷാ പുരോഗതി. 7. ഇന്ത്യൻ ഭാഷകളുടെ പുരോഗതി. 8. മാനവിക സമത്വം. 9. സാംസ്കാരിക വളർച്ച. 10. രാഷ്ട്ര പുരോഗതി. അപ്പോൾ ഇതിന് ഉത്തരമായിട്ട് നിങ്ങൾ ഇത്രയും എഴുതുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.